140 മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ ഇന്ത്യയെങ്കിൽ 12 വർഷം കൊണ്ട് 17 പടി താഴേക്ക് പോയി 157 എത്തി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു നോർവീജിയൻ ജേർണലിസ്റ്റിന് മാത്രമേ പറ്റൂ. ഇന്ത്യയിലെ പത്രപ്രവർത്തകർക്ക് പറ്റില്ല. നോക്കി എവിടേക്ക് എത്തി. മദർ ഓഫ് ഡെമോക്രസി എന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ ഒരു ഡെമോക്രസി സാർത്ഥകമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്നൂട് എന്ന് പറയുന്നത് റീസണബിൾ. ബാങ്കത്തൊക്കെ ഇവിടെയുണ്ട്, പത്രപ്രവർത്തനം ഇവിടെ ഉണ്ടല്ലോ. റീസണബിൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മീഡിയ വേണം. പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഏറെക്കുറെ സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യത്തെ വിളിക്കാൻ പറ്റൂ. 12 വർഷക്കാലമായിട്ട് ഒരു പത്രസമ്മേളനവും നടത്താത്ത ഒരു ഭരണാധികാരി ഞങ്ങളാണ് ജനാധിപത്യത്തിന്റെ അമ്മ എന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഉദ്ഘോഷിക്കുമ്പോൾ അതിന്റെ അത്രയും അപഹാസ്യമായിട്ടുള്ള എന്ത് പ്രതികരണമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ പ്രധാനമന്ത്രിയും നടത്തിയ പത്രസമ്മേളനങ്ങളുടെ കണക്കുകൾ വരുന്നുണ്ട്. നരേന്ദ്രമോദി മൗൻമോഹൻ സിംഗ് എന്നാണ് ആരെയെ ആക്ഷേപിച്ചത്. മൻമോഹൻ സിംഗ്, മോഹൻ സിംഗ്, മൗനമുള്ള മോഹൻ സിംഗ്. ആ മൗനിയായ പ്രധാനമന്ത്രി 140 പത്രസമ്മേളനം, സമ്പൂർണ്ണ പത്രസമ്മേളനം നടത്തി. ഞാൻ ഈ സമ്പൂർണ്ണ പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഒരുപാട് പത്രസമ്മേളനം ഉണ്ട്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാത്ത കൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 തവണ വിദേശത്ത് പോയിട്ടുണ്ട്. സാധാരണ ഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് സ്വദേശത്ത് യാത്ര ചെയ്യുമ്പോഴും വിദേശത്ത് യാത്ര ചെയ്യുമ്പോഴും അവരുടെ വിമാനത്തിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകരെ കൊണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ പല രാജ്യങ്ങളിലും പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടായ ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ടർമക്കിൽ വെച്ച്, അതായത് എയർപോർട്ടിൽ വെച്ച്, ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് ഇന്ത്യയിലെ പത്രപ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഒന്ന് രാവണനെ ഒന്ന് എണ്ണിക്കോളും കേട്ടാ, കെ പി രാവണനെ ഒന്ന് എണ്ണിക്കോളും. ഒന്ന് അവിടെ വിമാനത്തിൽ കയറി അങ്ങോട്ടുള്ള പോക്കിൽ ആ വിമാനത്തിലെ മാധ്യമ സംഘവുമായി അദ്ദേഹം രണ്ടാമത് സംവദിക്കും. അപ്പൊ രണ്ടായി. ഏത് രാജ്യത്തേക്കാണോ അദ്ദേഹം പോകുന്നത് ആ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ തലവനുമായി ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം. ഇപ്പൊ 3ആയി. ആ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ 2 രാഷ്ട്രത്തലവന്മാരും അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് ദി ഗവൺമെന്റ് ഇരു സംഘങ്ങളുടെയും ചോദ്യങ്ങൾക്ക് പ്രതികരിക്കും. 3ആയി. തിരിച്ച് മടങ്ങുന്ന വഴിയിൽ വീണ്ടും പ്രധാനമന്ത്രി വിമാനത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ സംഘം 25-30 ഉള്ള മാധ്യമ സംഘത്തിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കും. അപ്പൊ എത്രയായി? 1, 2, 3, 4. തിരിച്ച് ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ ഡൽഹി എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ അവിടെയുള്ള ഡൽഹിയിലുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ട് അവരുടെ ചോദ്യങ്ങളോടും പ്രതികരിക്കും. 5 തവണ. നോക്ക്, 5 ഇന്ററാക്ഷൻസ് ഒരു പ്രധാനമന്ത്രി. ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യം സാർത്ഥമാകുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങളിലൂടെയാണ്. ഒരു പ്രധാനമന്ത്രി വിദേശത്ത് പോയി എന്തിനു വേണ്ടിയാണെന്നും അവിടെ അദ്ദേഹം ഒപ്പുവെച്ച ഓരോ കരാറിന്റെ വിശദാംശങ്ങളും ഈ 5 സംവാദങ്ങളിലൂടെ ഇതൾ വിരിയുകയാണ്. ഇന്ന് ഈ 5 ഘട്ട പത്രസമ്മേളനങ്ങൾ പോയിട്ട് ഒരു വിനിമയം പോലും ഇന്ന് ഇന്ത്യയിലില്ല. നോക്ക് എങ്ങനെ. അതുകൊണ്ടാണല്ലോ നോർവീജിയൻ ആ പെൺകുട്ടി ചോദിച്ചത്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതെ പോയി.